C5 ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. കാണൂ മുഴുവൻ എപ്പിസോഡുകളും സൗജന്യമായി. നീ എന്തിനാ ഇപ്പൊ ഇങ്ങോട്ട് വന്നത്? ഞാൻ ചത്തൊന്നറിയാനാണോ? ദുഷ്ടന്മാരെ ദൈവം ആകാശം മുട്ടം വളർത്തുന്നല്ലേ പറയുന്നേ. അപ്പൊ പിന്നെ നിങ്ങളങ്ങനെ ഒറ്റടിക്കൊന്നും ചാവത്തില്ലെന്ന് എനിക്കറിയാം. ഞാൻ ഈ കഞ്ഞി തരാൻ വന്നതാ. അത് നന്നായി. ബ്രെഡ് വേണ്ടെന്നാ സാറ് പറയുന്നേ. ചിലപ്പോ കഞ്ഞി വേണമായിരിക്കും. എടാ, എനിക്ക് വേണ്ട, എനിക്കൊന്നും വേണ്ട. അയ്യോ, അങ്ങനെ പറയല്ലേ എന്റെ പൊന്നാങ്ങളെ. ഇത് കഴിച്ച് നിങ്ങൾ ആരോഗ്യത്തോടെ തിരിച്ചു വരുന്നത് കണ്ട് സന്തോഷിക്കാനുള്ള മനസ്സൊന്നും ഇപ്പൊ ഈ ചിത്രക്കില്ല. ഇത് കുറച്ച് വിഷം. ഇത് ഈ കഞ്ഞിക്കകത്ത് ചേർത്ത് അതും കഴിച്ചെന്നെ ചാവുന്നതാ. ഇങ്ങനെ കിടക്കുന്നതിനേക്കാൾ നല്ലത്. നിങ്ങളെ കൊണ്ടുള്ള ശല്യം അങ്ങനെയെങ്കിലും തീരട്ടെ. അല്ല സാറേ, കഞ്ഞി വേണോ അതോ ബ്രെഡ് വേണോ? നിന്റെ തല ഓടാ നീറ്റ്. അല്ല, ഇവര് സാറിന്റെ പെങ്ങള് തന്നെയാണോ സാറേ? അല്ല അമ്മേ. എടാ, നീ എന്നെ ഇവിടുന്ന് ഇങ്ങോട്ടേലൊന്ന് കൊണ്ടുപോടാ. അല്ലെങ്കിൽ ആ വിഷം കുറെ കഞ്ഞിയിലോട്ട് വെച്ചിട്ട് അണ്ണാക്കിലോട്ട് ഒഴിക്കും. അയ്യോ, എല്ലാം തീരട്ടെ. പതുക്കെ പതുക്കെ ജോലി. സാറേ, അറിഞ്ഞോ? എന്തറിഞ്ഞോന്ന്? ആ ജ്യോതി ഡിസ്ചാർജ് ആയി പോയി സാറേ. ഇനി അവരാ കല്യാണം ഉടനെ നടത്തും. സാറ് നോക്കിക്കോ. സാറിന് ആ പെണ്ണ് നല്ല ഭംഗിയായിട്ട് തേച്ചു അല്ലേ സാറേ? അതവിടെ തോന്നല. നമുക്കെന്നെ അറിഞ്ഞൂടാ. അവൾ ഒരുത്തനെയും കല്യാണം കഴിക്കില്ല. സാറിന് എന്ത് ചെയ്യാൻ പറ്റും ഈ അവസ്ഥയിൽ? ഇതിപ്പോ താവിട് പൊടി ആയി പോയില്ലേ സാറേ? എടാ, നീയും കൂടെ ഉള്ളായിരുന്നല്ലോ എന്നെ കുറ്റപ്പെടുത്താൻ. അയ്യോ, ഞാൻ കുറ്റപ്പെടുത്തിയതല്ല സാറേ. എടാ, നിനക്ക് എന്നെ ഇവിടുന്ന് എവിടെയെങ്കിലും ഒന്ന് കൊണ്ടുപോകാൻ പറ്റുമോ? വടി വിഴുങ്ങി നിൽക്കാതെ പറയടാ. ആ, കൊണ്ടുപോവാ സാറേ. ഒരു സ്ഥലമുണ്ട്, അവിടെ സാറിന് ആരും തിരിച്ചറിയില്ല. ഡിക്ക് ഇങ്ങ് തന്നോളൂ, ഞാൻ കൊടുത്തോളാം. അതെ, ഭാര്യയാണെന്ന് കരുതി ഇങ്ങനെയൊക്കെ ശുശ്രൂഷിക്കണമെന്നില്ല. ഞങ്ങളൊക്കെ ഇവിടെ ഉണ്ട്. ഓ, ആയിക്കോട്ടെ. അതെ, ഇപ്പൊ ആളുകള് പറയുന്നത് പഴയ ഡിക്ക് ആകെ മാറിപ്പോയെന്നാ. ഞങ്ങൾക്ക് ആ പഴയ ഗൗരവക്കാരനായ ഡിക്കെ മതി. ഞങ്ങളുടെ അമ്മായിയച്ഛനെ അങ്ങനെ കാണുന്നതാ ഞങ്ങൾക്ക് ഇഷ്ടം. എനിക്ക് അത്രയ്ക്ക് വയ്യായിക്കൊന്നുമില്ല. ഞാൻ കോരി കുടിച്ചോളാം. ചിത്രേ, അവിനാശിന്റെ കാര്യത്തിൽ വേറെ ഒരു മാർഗമില്ലാത്തോണ്ടാ. എനിക്കതിലൊരു വിഷമമില്ല ഡിക്കെ. അയാൾ എങ്ങനെ ജീവിച്ചാലും എനിക്കിനി ഒന്നുമില്ല. എനിക്ക് ആകെയുള്ള ബന്ധുക്കള് ഈ വീട്ടിലുള്ളവരാ. ഈ വീടിനെതിരെ നിൽക്കുന്നവരാരായാലും
അവരെന്റെ ശത്രുക്കളാ. ഹലോ, ആരാ? ഓ, താനായിരുന്നു. എന്താടോ? ഇന്നോ? തന്നോട് ആര് പറഞ്ഞു? ശരി, ആയിക്കോട്ടെ, ഞാൻ വിളിക്കാം. എന്താ ഏട്ടാ? അവിനാശ് ആ സഹായം കുട്ടി ഒരു ആംബുലൻസിൽ ഹോസ്പിറ്റലിൽ നിന്ന് അങ്ങോട്ട് പോയെന്ന്. 1 മണിക്കൂറായെന്നാ പറഞ്ഞത്. ആരാ വിളിച്ചേ? ആ, നമുക്ക് വേണ്ടപ്പെട്ട ഒരാളാ. അദ്ദേഹം അവിനാശിനെ കാണാൻ അവിടെ ചെന്നു. അപ്പോഴാ പോയ ഒരു അറിഞ്ഞത്. ഏതെങ്കിലും ഒളിത്താവളത്തിലേക്കായിരിക്കും. എനിക്കറിയാം എന്നെ കരുതിയ ജീവൻ ബാക്കി വെച്ചെന്ന്. പക്ഷെ വേണ്ടായിരുന്നു DK. ഇനി പേടിക്കണ്ട. എന്തായാലും മിനിമം 1 കൊല്ലത്തേക്കെങ്കിലും ഒരു ഊന്നുവടിയുടെ സഹായമില്ലാതെ അവിനാശിന് നിവർന്നു നിൽക്കാൻ പറ്റില്ല. ഞാൻ ഡോക്ടർമാരോട് സംസാരിച്ചിരുന്നു. അനുഭവിക്കട്ടെ. കിടക്കെ കിടന്ന് കൊതി തീരും വരെ അനുഭവിക്കട്ടെ. അപ്പോഴേ അറിയൂ ജീവിതം എത്ര ചെറുതാണെന്ന്. ചിത്രേ, നിന്റെ ധർമ്മസങ്കടം ഞങ്ങൾക്കറിയാം. ഈ വീടും ഞങ്ങളും ഒരിക്കലും നിന്നെ കൈവിടില്ല. എനിക്കറിയാം ഒരേ വയറ്റിൽ പിറന്നതുകൊണ്ട് കൂടെ പറപ്പാവില്ല. അതിന് ഉള്ളിൽ നന്മ വേണം. അയാൾക്കതില്ലാതെ പോയി. എനിക്ക് പ്രിയെ പോലെ തന്നെയാ ചിത്രേ. നിനക്ക് താങ്ങും തണലുമായി ഞങ്ങളുണ്ടാവും. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.